Hey students, welcome back to the second class of Learn with Z. Hope you all doing well. It's me Zina, your English teacher. In today's session, we are going to discuss some basics of English. So, let's start our class. അതെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം, ഹൗ ടു മേക്ക് എ സെൻറ്റൻസ്. നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇംഗ്ലീഷ് ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം, കുറച്ചറിയുന്നവരുണ്ടാകാം, തീരെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ സംസാരത്തിൽ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബേസിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബേസിക്കായിട്ടൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ പഠിപ്പിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കണം. അറിയുന്നവർക്കല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക്കായിട്ടൊരു സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താൽ നമ്മുടെ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മളുടെ സിമ്പിൾ ടെൻസോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്താണ് സെൻറ്റൻസ്? സെൻറ്റൻസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അതായത് കൃത്യമായ മുഴുവനായിട്ടുള്ള അർത്ഥം തരുന്ന കുറച്ച് വാക്കുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒന്നാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ എഴുതുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്, ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് നമ്മളത് അവസാനിപ്പിക്കും. അപ്പോൾ അത് എഴുതുന്ന കേസാണ്, നമുക്കിവിടെ സംസാരിക്കുന്ന കാര്യമാണ് വേണ്ടതല്ലേ. അപ്പോൾ എഴുതി പഠിക്കണം, എന്നാലാണ് പിന്നീട് നമുക്ക് സംസാരിച്ച് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഒരു സെൻറ്റൻസ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു സെൻറ്റൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്സ്ക്ലമേഷൻസ് ഉണ്ടാവും, കമാൻഡ്സ് ഉണ്ടാവാം. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമർ പരമായിട്ടുള്ള ക്ലോസ്, സബ് ക്ലോസ് എന്നൊക്കെ പറയുന്ന സംഗതികളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട് അതിൽ? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിലായിരിക്കും ഒട്ടുമിക്ക സെൻറ്റൻസും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്. ഇനി കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചില സെൻറ്റൻസസിൽ എന്തുണ്ടായിരിക്കില്ല? വേർബ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സെൻറ്റൻസസിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് ഓർ സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് സിമ്പിളി ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക, അത്രമാത്രം പഠിഞ്ഞാൽ മതി. അതിന് നമുക്ക് എന്ത് വേണ്ടുള്ളൂ? ഈ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇനി എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് എഴുതുക എന്ന് പറഞ്ഞുതരാം. പിന്നീട് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. ഇനി ഇതിൽ ആദ്യത്തെ ഘടകത്തെ എടുത്ത് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് ഘടകം ഏതാണ്? സബ്ജക്റ്റ് ആണല്ലേ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നത് ആരാണോ അവരാണ് കർത്താവ്. നമ്മൾ സ്കൂളിൽ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? കർത്താവ്, ക്രിയ, കർമ്മം. അതാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിയ ചെയ്യുന്നത് ആരാണ്, വേർബ് ചെയ്യുന്നത് ആരാണോ അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് സാധാരണ എന്തൊക്കെ വരാം? പ്ലേസസ് വരാം, പ്ലേസസിൻ്റെ പേര് വരും, പേഴ്സൺസ് വരാം, ആൾക്കാരുടെ പേര് വരാം, പിന്നെന്ത് വരാം? തിങ് വരാം, സാധനങ്ങൾ വരാം, ഓൾ ഐഡിയാസ് വരാം. ഐഡിയാസ് നമുക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് സബ്ജക്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. അപ്പോൾ വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമേ സബ്ജക്റ്റിൽ വരുന്നുള്ളൂ. അടുത്തത് വേർബാണ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തികളാണ് വേർബ്. എന്തൊക്കെയാണ് പ്രവർത്തികൾ വരിക? എണീക്കുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഉറങ്ങുക, ഇതൊക്കെ വേർബിൽ വരും അല്ലേ. പഠിക്കുക, എഴുതുക, വായിക്കുക, കിടക്കുക എന്ന് പറയുന്ന എല്ലാ പ്രവർത്തികളും എന്തിൽ പെടുന്നതാണ്? വേർബിൽ വരുന്നതാണ് അല്ലേ. അടുത്തത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വെർബ്. അതായത്
എന്തിൻ്റെ മുകളിലാണോ പ്രവൃത്തി നടക്കുന്നത് അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായി കരുതുന്നു വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത്. അതേപോലെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ. ഫസ്റ്റത്തേത്, ഞാൻ ചായ കുടിക്കാറുണ്ട്. ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി നോക്കൂ ഇംഗ്ലീഷിലേക്ക്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പോൾ അതെങ്ങനെ വരിക? ഐ ഡ്രിങ്ക് ടീ. അടുത്തത്, ഞാൻ പല്ല് തേക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി നോക്കൂ. ഏതാണ് ആദ്യം വരിക? ആദ്യം സബ്ജക്റ്റ് വരും, അതായത് ഐ. ബ്രഷ് മൈ ടീത്ത്. ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ പല്ല് തേക്കാറുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾസ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ സ്വയം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത്, അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അവർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ദേ ആണ്. അപ്പോൾ ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇങ്ങനെയാണ് സെൻറ്റൻസസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുക? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഞങ്ങൾ സ്കൂളിൽ പോവാറുണ്ട്. ഈ സെൻറ്റൻസ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി നോക്കൂ. ആദ്യം ഏതാണ് വരിക? സബ്ജക്റ്റ്, പിന്നെ വേർബ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഇതിലേതാണ്? വി അല്ലേ? വി ഗോ ടു സ്കൂൾ. ഇനി ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത്? പ്രോനൗൺസ് എന്ന് പറയുന്നത്. പ്രോനൗൺസ് നമുക്ക് പഠിക്കാനായിട്ടൊരു ട്രഡീഷണൽ മെത്തേഡുണ്ട്. അയ്യോ ദേവി. നിങ്ങൾ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രോനൗൺസ് പഠിക്കാനുള്ള സിമ്പിൾ വേ നമ്മൾ കുറേ ആൾക്കാർ ചെറുപ്പത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയ്യോ ദേവി, എന്തൊക്കെയാണ് അയ്യോ ദേവിയിലുള്ളത്? ഐ, യു, ദേ, വി. ഇതൊക്കെയാണ് പ്രോനൗൺസിൽ വരുന്നത്. പിന്നെ 3 കൂടിയുണ്ട്, ഹി, ഷീ, ഇറ്റ്. ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സെൻറ്റൻസിലെ സബ്ജക്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ്, വേർഡ്സാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഓരോന്നോരോന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രോനൗൺ ഏതാണ്? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഇതിന് കൂടുതൽ എക്സാമ്പിളും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഐ ആം സീന. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് ചെയ്യാം. ഐ ആം എ ഗുഡ് ഗേൾ. ഞാനൊരു നല്ല പെൺകുട്ടിയാണ്. അങ്ങനെ നമുക്ക് ഐ വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. അടുത്ത നമ്മുടെ പ്രോനൗണാണ് യു എന്നത്. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. എക്സാമ്പിളായിട്ട് യു ആർ എ ഗുഡ് ബോയ്. നീ നല്ലൊരു കുട്ടിയാണ്, നീ നല്ലൊരു ആൺകുട്ടിയാണെന്ന് പറയാം. അതുപോലെ യു ഹാവ് ഗുഡ് സ്പീക്കിംഗ് സ്കിൽ. നിനക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അടുത്തതാണ് ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ട് നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കാനോ എഴുതാനോ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു കൂട്ടം ആളുകൾ, എ ലോട്ട് ഓഫ് പീപ്പിൾസ്, അല്ലെങ്കിൽ ഒരു 2 പേരെ കുറിച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ രാഹുൽ ആൻഡ് രാധ. രാഹുലിനെയും രാധയെയും കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫുൾ സ്റ്റോപ്പിന് ശേഷവും രാഹുൽ രാധ എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുമോ? രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. രാഹുൽ ആൻഡ് രാധ ആർ ഫ്രണ്ട്സ്. രാഹുൽ ആൻഡ് രാധ ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്നൊക്കെ ഉള്ളിടത്ത് നമ്മൾ രാഹുൽ രാധ എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുമോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക? അവർ എന്നും സ്കൂളിലേക്ക് പോകാറുണ്ട്. അവർ നല്ല കൂട്ടുകാരാണ്. അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊക്കെ നമുക്ക് എന്തുപയോഗിച്ചിട്ട് എഴുതാം? ദേ എന്ന് പറയുന്ന പ്രോനൗൺ യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ദേ കഴിഞ്ഞു കേട്ടോ. അടുത്തത് വി ആണ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയൊരു യാത്രയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പേരുകൾ വരിയായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഏതാണ്? വി ആണ്. ഞങ്ങൾ പാർക്കിൽ പോയി, ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന പ്രോനൗൺ യൂസ് ചെയ്യാം. അടുത്തതാണ് ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. അപ്പോൾ രാഹുൽ നല്ല കുട്ടിയാണ്. രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. അവൻ വളരെ ബുദ്ധിശാലിയാണ്. രാഹുൽ ഈസ് വെരി ക്ലവർ. അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഹി യൂസ് ചെയ്താൽ മതി അല്ലേ? രാഹുൽ ഈസ് എ ഗുഡ് ബോയ്, ഹി ഈസ് വെരി ക്ലവർ. അവൻ വളരെ ബുദ്ധിശാലിയായിട്ടുള്ള കുട്ടിയാണെന്ന് നമുക്ക് ഹി യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ വേറൊരാളെ കുറിച്ചിട്ട്, വേറൊരു പുരുഷനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹി എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം സബ്ജക്റ്റായിട്ട്. അതിനുശേഷം വരുന്നതാണ് ഷീ. അപ്പോഴെന്താണ്? സ്ത്രീലിംഗമാണ് അല്ലേ? നമ്മൾ സ്ത്രീലിംഗം, പുല്ലിംഗം എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും അതൊന്ന് റിവൈൻഡ് ചെയ്യുക, റീക്യാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷീലയെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. ഷീല ഈസ് എ ഗുഡ് ഗേൾ.
ഷീ ഈസ് വെരി ബ്രേവ്, അവൾ വളരെയധികം ബ്രേവ് ആണ്. ഷീ ഈസ് വെരി സ്മാർട്ട്, അവൾ വളരെയധികം സ്മാർട്ടാണ് എന്നൊക്കെ നമുക്ക് ഷീ എന്ന് പറഞ്ഞിട്ട് ഷീ എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഷീല എന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോനൗൺ ആണ് ഇറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എപ്പോഴും ഒരു ഒബ്ജക്റ്റിന് പകരമായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് എന്തിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാം? ഒരു ആനിമലിന് പകരമായിട്ട് യൂസ് ചെയ്യും, ഒരു പ്ലേസിൻ്റെ നെയിമിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റിന് പകരമായിട്ടാണ് നമ്മൾ ഇറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പട്ടാമ്പിയെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും 2 വാക്ക് സംസാരിക്കാനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, പട്ടാമ്പി ഈസ് എ ബിഗ് സിറ്റി, ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി, ഇറ്റ്സ് എ ഗ്രോയിങ് സിറ്റി, അങ്ങനെ പറയാം. അല്ലാതെ പട്ടാമ്പി ഈസ് എ ബിഗ് സിറ്റി, പട്ടാമ്പി ഈസ് എ വണ്ടർഫുൾ സിറ്റി, പട്ടാമ്പി ഈസ് എ ഗ്രോയിങ് സിറ്റി എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഇറ്റ് എന്ന പ്രോനൗൺ യൂസ് ചെയ്തിട്ട് നമ്മളുടെ പാരഗ്രാഫോ നമ്മളെ സ്പീക്കിങ്ങോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് എ ഹെൻ, ഇറ്റ്സ് കളർ ഈസ് വൈറ്റ്, ഇറ്റ് ഗീവ്സ് അസ് എഗ്. ഇതൊരു കോഴിയാണ്, ഇതിൻ്റെ കളർ വൈറ്റ് ആണ്, ഇത് നമുക്ക് ഒരുപാട് എഗ്ഗ് തരുന്നുണ്ട്, നമുക്ക് കോഴിമുട്ട തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹെൻ എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പകരം നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ്സ് എ സണ്ണി ഡേ, ഇറ്റ്സ് എ റെയിനി ഡേ, ഇറ്റ്സ് എ ക്ലൗഡി ഡേ. കണ്ടോ, ഓരോരോ ദിവസങ്ങളിലെ പ്രത്യേകതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചൂടുള്ള ദിവസമാണ്, ഇന്ന് മഴയുള്ള ദിവസമാണ്, ഇന്ന് കാർമേഘത്താൽ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നീ പറയുന്ന പ്രോനൗൺസ് എന്തിനൊക്കെയാണ് പകരം യൂസ് ചെയ്യുന്നത്, എവിടേക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രോനൗൺസ് ഏതൊക്കെയാണെന്നും എവിടേക്കെയാണ് പ്രോനൗൺസ് യൂസ് ചെയ്യുക, എന്തിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഏതൊക്കെ പ്രോനൗൺസാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കുക, ആക്ടിവിറ്റീസും കാര്യങ്ങളും ഹോംവർക്കൊക്കെ ചെയ്യുക. നമ്മളൊരു സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പോലെ തന്നെ ആദ്യം മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഉഷാറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു എവരി